ടെഡിയെ ഒഴികെ നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ്. ക്ലാസ് ആരംഭിച്ച ആദ്യ ദിനം തന്നെ ക്ലാസ് ടീച്ചറായ ആനി തോംസൺ കുട്ടികളോട് പറഞ്ഞ വാക്കുകൾ കേട്ട് സത്യത്തിൽ എല്ലാവരും ഞെട്ടി. കഴിഞ്ഞ ഒരു വർഷം അവനെ പഠിപ്പിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ടീച്ചറുടെ ആ വിധി. അങ്ങനെയിരിക്കെ താൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളുടെയും മുൻ വർഷങ്ങളിലെ പഠന ഡയറി പരിശോധിക്കണമെന്ന നിർദ്ദേശം ആനി തോംസന് ലഭിക്കുകയാണ്. ഓരോ ഡയറിയും മറിച്ചു നോക്കവേ ടെഡിയുടെ ഡയറി തുറന്ന നിമിഷം അവരുടെ കൈകളൊന്ന് നിശ്ചലമായി. അത് വായിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ടെഡി വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയാണ്, കഴിവുകളുടെ ഒരു കലവറ. ശരിയായ മാർഗനിർദ്ദേശവും പ്രത്യേക ശ്രദ്ധയൊക്കെ ലഭിച്ചാൽ അവൻ വളരെ മുന്നോട്ട് പോകും. 2-ാം ക്ലാസ്സിലെ കുറിപ്പ് ഇങ്ങനെയാണ്: ബുദ്ധിമാനാണ്, കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ. പക്ഷേ മാതാവിന് ക്യാൻസർ ബാധിച്ചതിനു ശേഷം കുട്ടി മാനസികമായി അസ്വസ്ഥനാണ്. 3-ാം ക്ലാസ്സിലെ കുറിപ്പ് വായിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മാതാവിന്റെ മരണം കുട്ടിയെ പൂർണ്ണമായും തളർത്തിയിരിക്കുന്നു. 4-ാം ക്ലാസ്സിലെ കുറിപ്പ് അവസാനമായിരുന്നു: ടെഡി സ്വയം ഒതുങ്ങിയിരിക്കുന്നു, പഠനത്തിൽ താല്പര്യമില്ല, കൂട്ടുകാരില്ല, ക്ലാസ്സിൽ ഉറങ്ങുകയാണ് പതിവ്. ഡയറി അടച്ചപ്പോൾ ആനി തോംസന് കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. താൻ വെറുത്തത് ഒരു കുട്ടിയെയല്ല, താൻ കാണാതെ പോയത് ഒരു വേദനയായിരുന്നു. അധ്യാപികയുടെ ജന്മദിനം വന്നെത്തുകയാണ്. കുട്ടികളെല്ലാം അലങ്കരിച്ച കവറുകളിൽ സമ്മാനങ്ങൾ നൽകി. ടെഡിയുടെ സമ്മാനം മാത്രം വില കുറഞ്ഞ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞതാണ്. ആനി തോംസന്റെ ഹൃദയം ഒന്ന് നുറുങ്ങി. പൊതി തുറന്നപ്പോൾ അതിനുള്ളിൽ കല്ലുകൾ കോർത്ത ഒരു ചെറിയ മാല, 1/4 ഭാഗം ഉപയോഗിച്ച് തീർന്ന ഒരു പഴയ അത്തറുകുപ്പി. ക്ലാസ്സിൽ ചിരി. ആ നിമിഷം ഒരു അധ്യാപികയുടെ ഹൃദയം തകർന്നു. അവൾ ഉടൻ പറഞ്ഞു, ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ടെഡിയുടേതാണ്. അവൾ മാല കഴുത്തിലിട്ടു, അത്തർ ശരീരത്തിൽ പുരട്ടി. ക്ലാസ് നിശബ്ദമായി. ക്ലാസ് കഴിഞ്ഞിട്ടും ടെഡി വീട്ടിലേക്കൊന്നും പോയില്ല. അധ്യാപികയെ കാത്തുനിന്നു. അവർ പുറത്തു വന്നപ്പോൾ അവൻ മൃദുവായി പറഞ്ഞു, ഇന്ന് ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആനി തോംസൺ കരഞ്ഞുപോയി. അവൾക്ക് മനസ്സിലായി, ടെഡി നൽകിയ അത്തർ മരിച്ചുപോയ അമ്മ ഉപയോഗിച്ചിരുന്നതാണ് എന്ന്. വർഷാവസാനം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി ടെഡി മാറുന്നു. ഒരു ദിവസം അധ്യാപികയുടെ വാതിലിൽ ഒരു കുറിപ്പ്: എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല അധ്യാപിക താങ്കളാണ്. അവൾ മറുപടി എഴുതി: നല്ല അധ്യാപികയാവുന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ്. വൈദ്യശാസ്ത്ര കോളേജിലെ ബിരുദദാന സമ്മേളനം. ടെഡിയുടെ അമ്മ എന്ന നിലയിൽ ആനി തോംസനെ ക്ഷണിച്ചു. അന്ന് അവൾ എത്തിയത് ടെഡി സമ്മാനിച്ച കല്ലുമാല അണിഞ്ഞും അത്തറ് പുരട്ടി. ലോകപ്രശസ്ത ഡോക്ടർ ടെഡി സ്റ്റൊഡാർട്ട് അന്ന് വേദിയിൽ നിന്നു. ഇതൊരു ടെഡിയുടെ കഥയാണ്. പക്ഷേ നമ്മുടെ ചുറ്റിലും ഇനിയും എത്രയോ ടെഡിമാർ, ഒന്നിനും കൊള്ളാത്തവർ എന്ന മുദ്രകുത്തി നിശബ്ദമായി തള്ളപ്പെടുന്ന ബാല്യങ്ങൾ.